ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഷാരൂഖ് ഖാൻ ഒരു ഷാരൂഖ് ഖാൻ സിനിമയിൽ നായികയുടെ അടിവസ്ത്രം സാഫ്രൺ കളറായി പോയി, അതുകൊണ്ട് മാറ്റി. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം മാറ്റി. ഇവിടെ ഒരു സിനിമയ്ക്കകത്ത് ജാനകി എന്നൊരു പേരിടണം, അത് മാറ്റി. ഇവിടെ ഹാൽ എന്നൊരു സിനിമയ്ക്കകത്ത് ആരോ 2 വർഷം ബീഫ് ഫ്രൈ കഴിക്കുന്നു, അത് വെട്ടിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്ന സെൻസർ ബോർഡാണ് ഇമാതിരി ഊളത്തരം പറയുന്ന ഒരു സിനിമയ്ക്ക് അനുമതി കൊടുക്കുന്നത്. എങ്ങനെയാ രാഹുൽ ഈശ്വർ? ഹാഷ്മി, സാന്ദർഭികവശാൽ ഈ ചർച്ചയിൽ ഇതുവരെ പരാമർശിക്കപ്പെട്ട 90% വിഷയങ്ങളിലും നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ശ്രീ ഷാബു പ്രസാദ് ജി പറഞ്ഞ ആദിവാസി മധുവിന് ആദ്യമായി സഹായം എത്തിച്ചത് 1.5 ലക്ഷം രൂപ സഹായം എത്തിച്ചത് ഞാനാണ്. ഹാഷ്മിക്കും കൂടെ ദോഷകരമായി ബാധിച്ച പാകിസ്ഥാനി പതാകകളാണ് കേരളത്തിൽ പറക്കുന്നതെന്ന കാര്യം പൊളിച്ചത് കൊയ്ന മിത്ര എന്ന ബോളിവുഡിലെ ഒരു നടിയാണ് അത് ചെയ്തത്. ഞാനിപ്പോ അതിന്റെ സ്ക്രീൻഷോട്ടും ഹാഷ്മിക്ക് അയച്ചിട്ടുണ്ട്. അത് ദേശീയ തലത്തിൽ ഡീബങ്ക് ചെയ്തതും പൊളിച്ചതും ഞാനാണ്. അങ്ങനെ ഈ പല കാര്യങ്ങളിലും നേരിട്ട് ഇടപെടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് ഇല്ലെങ്കിൽ പോലും, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പോലും ഒരു കാര്യം പറയാതെ വയ്യ. ഹാഷ്മിയുടെ ഇൻട്രോ ഗംഭീരമായിരുന്നു. അതിനേക്കാൾ ഗംഭീരമായ ഒരു കാര്യമേ കഴിഞ്ഞ 2 ആഴ്ചയിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ളൂ. അത് ജോൺ ബ്രിട്ടാസ് സാർ മുഹമ്മദ് ദീപക് എന്ന വ്യക്തിയെ പോയി കാണുകയും 150 ആൾക്കാരുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ജിം 15 പേരിലേക്ക് കുറച്ചപ്പോ ജോൺ ബ്രിട്ടാസ് സാറാണ് ആ വിഷയം റേസ് ചെയ്തത്. അദ്ദേഹത്തിന് വീണ്ടും, അതായത് ശരിക്കുമുള്ള ഹനുമാൻ ഭക്തനായ നമ്മുടെ ദീപക് കുമാർ എന്ന മുഹമ്മദ് ദീപക്കിന് വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് നമ്മുടെ മലയാളിയായ ജോൺ ബ്രിട്ടാസ് സാറാണെന്നുള്ളത് വളരെ അഭിമാനം തോന്നുന്ന കാര്യമാണ്. അതിന് ജോൺ ബ്രിട്ടാസ് സാറിന് പ്രണാമം അർപ്പിക്കും. ഇനി 2-3 പെട്ടെന്ന് വിഷയമുള്ള കാര്യങ്ങൾ. എല്ലാ സമുദായങ്ങൾക്കും ഒരു സെൻസിറ്റിവിറ്റിയോടുകൂടി നമ്മൾ കാണണം. അത് ഈ ഖുസ്കോർ പണ്ഡിറ്റ്, അത് ബ്രാഹ്മണരെ കുറിച്ചുള്ളതാണ്. ഞാനൊക്കെ ജനിച്ച സമുദായമാണ്. അത് നമ്മുടെ ബ്രാഹ്മണ സമുദായത്തെ ആണെങ്കിലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ ആണെങ്കിലും ക്രിസ്ത്യൻ സഹോദരങ്ങളെ ആണെങ്കിലും ഒക്കെ നമ്മൾ റെസ്പെക്റ്റോടെ കാണണം. ഉദാഹരണം, ഡെവിഞ്ചി കോഡ് എന്ന ലോകപ്രസിദ്ധമായ സിനിമ വന്നപ്പോൾ ഞങ്ങളടക്കം അതിനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് ഡെവിഞ്ചി കോഡ് എന്ന സിനിമയ്ക്ക് മഹത്വമില്ലാത്തതുകൊണ്ടല്ല. യേശുക്രിസ്തു നമ്മുടെ കന്യാമറിയത്തെ മഗ്ദലന മറിയത്തെ കല്യാണം കഴിച്ചു എന്നാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അത് തെറ്റാണ്. കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അപരിമിതമല്ല. ഞങ്ങളുടെ ടീമാണ് MF ഹുസൈൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ പെയിന്റർക്ക് അദ്ദേഹത്തിന്റെ ചില പെയിന്റിങ്സിനെതിരെ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തു. ശ്രീ MA ബേബി സാർ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ, രാജാരിയോർമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ എതിർത്തു. ഇനി 2 ഏറ്റവും പ്രധാനം, ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് എതിരെ ഞങ്ങൾ സ്ട്രോങ് ആയി ക്യാമ്പയിൻ ചെയ്തു. അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ അധിക്ഷേപിക്കുന്ന സിനിമയായിരുന്നു. പെട്ടെന്ന് 2 വരി കൂടെ പറയാം. കേരളത്തിന്റെ മഹത്വം എന്താന്ന് നോക്കൂ. കേരളത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുവായ ശ്രീദേവ് നമ്പൂതിരി ആണ് കേരള ഹൈക്കോടതിയിൽ ആദ്യമായി കേരള സ്റ്റോറി 2 എന്ന ഇസ്ലാമോഫോബിക് പ്രൊപ്പഗാൻഡ സിനിമയ്ക്കെതിരെ കോടതിയെ സമീപിക്കുന്നത്. ഫ്രെഡി എന്നൊരു ക്രിസ്ത്യാനിയും സമീപിക്കുകയുണ്ടായി. നമ്മുടെ ഒരു മുസ്ലിം സഹോദരനുമല്ല, അതിനു മുമ്പ് ഒരു ഹിന്ദുവും ക്രിസ്ത്യനുമാണ് കോടതിയെ സമീപിക്കുന്നത്. ജഡ്ജി പേര് വയസ്സാണെങ്കിൽ പോലും നമ്മുടെ ജസ്റ്റിസ് KT തോമസിന്റെ മകനാണ്, മഹാനായ ജഡ്ജിയാണ്. ജസ്റ്റിസ് ബെച്ചു കുര്യനാണ് അതിശക്തമായ രീതിയിൽ ഇത് ടീസർ പിൻവലിക്കണമെന്ന് പറയുന്നത്. അതിൽ ബെച്ചു കുര്യൻ സാർ പറയുന്ന പ്രസക്തമായ ഒരു കാര്യമുണ്ട്. കേരളം അത്രമാത്രം സെക്യുലറും പ്ലൂറലിസ്റ്റിക്കും ബഹുസ്വരവുമാണ്. നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് കേരള ഹൈക്കോടതി പോലും അത് ശക്തമായി പറയുന്നത് ഒരു പോസിറ്റീവായ കാര്യം കാണണം. നേരത്തെ ശ്രീ വസന്ത് അടക്കം സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോ ശബരിമലയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങളും എല്ലാം ഈ ബഹുസ്വരമാണ്. അയ്യപ്പനും വാവരും വെളുത്തയും എന്നൊക്കെ പറയുന്നത് പോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കേസിൽ പോലും നമ്മൾ ഓർക്കേണ്ട മനോഹരമായ കാര്യം, ശ്രീദേവ് നമ്പൂതിരി എന്ന് പറയുന്ന പേരുകൊണ്ടെങ്കിലും ഹിന്ദുവും ബ്രാഹ്മണനുമായ ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഫ്രെഡി എന്ന് പറയുന്ന ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളും ഒക്കെയാണ് ഇതിനെതിരെ ശക്തമായി വരുന്നത്. ഇതാണ് നമ്മുടെ ഐക്യം. കേരള സ്റ്റോറി 2 പോലെയുള്ള പ്രൊപ്പഗാൻഡ സിനിമകൾ വരുമ്പോഴെങ്കിലും നമ്മുടെ ഈ മലയാളിയുടെ ഐക്യത്തിൽ ഒരുമിച്ച് നിന്ന് ഇതിലെ പ്രൊപ്പഗാൻഡ കണ്ണിനെ എതിർക്കണം. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരള സ്റ്റോറിയുടെ അടക്കമുള്ള പ്രശ്നങ്ങൾ എന്താ? 3 കുട്ടികൾക്ക് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. ആ 3 പേരെ എനിക്ക് പേഴ്സണലി അറിയാം, അവരുടെ വീട്ടുകാരോടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ 32,000 പേരുടെ കള്ളക്കഥയായത് കാണിക്കുന്നു. 10,000-ലോ ലക്ഷത്തിലോ 10 ലക്ഷത്തിലോ 1-2 ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം. അത് നമ്മുടെ പൊതുപരാജയമായി കാണുന്നതിന് പകരം മുസ്ലിം സഹോദരന്മാരെ കരിവാരിത്തേക്കാനും ഈ സിനിമയെ തന്നെ ഒരു ഉമ്മയും മോനും കൂടെയുള്ള ഡയലോഗ് ഒക്കെ വേറൊരു ഹിന്ദു പെൺകുട്ടിയെ കുറിച്ചൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് എനിക്ക് രക്തം തിളച്ചതാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും അമ്മയാകട്ടെ അമ്മച്ചിയാകട്ടെ ഉമ്മയാകട്ടെ നമ്മൾ വിവാദത്തിലേക്ക് കൊണ്ടുവരില്ല. അത് ഭാരതത്തിന്റെ സംസ്കാരമാണ്, മാതൃത്വത്തോടുള്ള ബഹുമാനമാണ്. അപ്പോൾ ഒരു മുസ്ലിം ഉമ്മയെ വരെ അല്ലെങ്കിൽ കേരള സ്റ്റോറി ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ വരെ കോൺട്രവേഴ്സിയിലേക്കും കോൺസ്പിറസിയിലേക്കും കൊണ്ടുവരുന്നത് ഒരുതരം മനോവൈകൃതമാണ്. അപ്പോൾ ആ മനോവൈകൃതത്തെ നമ്മൾ മലയാളികൾ ഒരുമിച്ച് ചേർന്ന് എതിർക്കണം. ഇപ്പൊ മഹാത്മാഗാന്ധി പറയുന്നത് പോലെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തെക്കുറിച്ച് ചർച്ച വേണമെങ്കിൽ നമുക്കാകാം. അത് ഗാന്ധിജിയാണ് മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ അതിന്റെ പേരിൽ ഇസ്ലാമോഫോബിക് പ്രൊപ്പഗാൻഡ എടുക്കുന്നതോ ഏതെങ്കിലും മതവിരുദ്ധ പ്രൊപ്പഗാൻഡ എടുക്കുന്നതോ കേരളീയ ഭാരതീയ സംസ്കാരത്തിന് അനുയോജ്യമല്ല എന്ന
തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.